ഗൈസ്, അങ്ങനെ അവസാനം നമ്മുടെ MT15 നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കുരിച്ചിറയിലാണ് കേട്ടോ. നമ്മുടെ യൂണോ ബൈക്സ് ആണ് നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് സീറ്റ് ഹൈറ്റിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. 810 mm തന്നെയാണ് ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ bS6 എഡീഷനിൽ അതിന് തന്നെ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കുന്ന സമയത്തും വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാലും വണ്ടിയുടെ പവറിലും ടോർക്കിലൊക്കെ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ BS4 എഡീഷനിൽ ഉണ്ടായിരുന്ന 19.6 bhp പവർ 18.5 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ടോർക്കിലും മാറ്റങ്ങളുണ്ട് കേട്ടോ. പണ്ടത്തെ ടോർക്ക് എന്ന് പറയുന്നത് 14.6 ആയിരുന്നു. ഇപ്പോൾ അത് 13.9 NM ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാലും ഓടിക്കുന്ന സമയത്ത് വേറെ കാര്യമായിട്ടുള്ള പവർ ലോസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണമെന്നില്ല കേട്ടോ. പഴയതുപോലെ തന്നെ നല്ല പെർഫോമൻസ് തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ത്രൂട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇനീഷ്യൽ പുള്ളിങ് ഉണ്ടായിരുന്നത് നല്ലപോലെ കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ആരെങ്കിലും bS6 എഡീഷൻ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സസ്പെൻഷൻ്റെ ഭാഗത്തും വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നുവെച്ചാലും ബാക്കിലത്തെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ് ശരിക്കും MT15. bS6 എഡീഷനിൽ കുറച്ച് സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് പോലെ തന്നെ റൈഡിങ് പൊസിഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാൻഡിലിൻ്റെ ഭാഗത്തോ സീറ്റിൻ്റെ ഭാഗത്തോ എനിക്ക് വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. BS4 എഡീഷനിലുണ്ടായിരുന്ന ആ ഒരു സെയിം സീറ്റും ഹാൻഡിലും റൈഡിങ് കംഫർട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് അത്യാവശ്യം നിവർന്നിരുന്നിട്ട് തന്നെ ഈ ഒരു ബൈക്ക് ഓടിക്കാം. പിന്നെ ഹാൻഡിൽസൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ്. നമ്മുടെ കാലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷേപ്പിലാണ്. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ കുറച്ച് ബാക്കിലേക്കായിട്ടാണ് വണ്ടിയുടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ. നോർമലായിട്ട് എല്ലാ സ്പോർട്സ് ബൈക്കുകളിലും വരണ പോലത്തെ തന്നെ ഒരു റൈഡിങ് പൊസിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി നീളം കൂടിയ കാലുള്ളവർക്കും സുഖമായിട്ട് കാലും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇപ്പം നല്ലൊരു ടോപ്പ് എൻഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് കാലുകൊണ്ട് ടാങ്ങമ്മ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല എന്ന് പറയാം. മെയിനായിട്ട് സിറ്റിയിലാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് റൈഡ് പോകാൻ വെച്ചാലും നല്ല തരത്തിൽ കംഫർട്ട് ആവുന്ന രീതിയിലുള്ളൊരു റൈഡിങ് പൊസിഷൻ തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസും കൂടെ ഒന്ന് നോക്കാം. കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാച്ചാലും വാങ്ങാൻ പ്ലാനുള്ളവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. പുതുതായിട്ട് ഒരു കളർ വേരിയന്റ് MT15 അവതരിപ്പിച്ചു. ഇത് മാത്രമാണ് ശരിക്കും ലുക്കിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കൊരു വൈറ്റ് ഗ്രേ മിക്സ് ചെയ്ത പോലത്തെ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു പെയിന്റ് സ്കീമാണ് ടാങ്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. സീറ്റ് പാനലിൽ ഈ ഒരു ഭാഗത്തായിട്ട് യമഹയുടെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ബ്ലാക്ക് പാനലിൽ ഈ ഒരു സെയിം കളറും അതേപോലെ തന്നെ റെഡും മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ കൗളിൻ്റെ ഭാഗത്തൊന്നും ആ ഒരു കളറോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തും പുതുതായിട്ട് വേറെ സ്റ്റിക്കേഴ്സ് ഒന്നും കാണാനൊന്നുമില്ല. ഇനി ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ആദ്യം തന്നെ എഞ്ചിൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. നമുക്ക് R15 വെർഷൻ 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ 155cc സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു 160cc സെഗ്മെന്റിൽ റേഡിയേറ്റർ വരുന്ന ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ MT15 എന്ന് പറയുന്നത്. പിന്നെ പവർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു 10,000 RPM-ലാണ് ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ ആയിട്ടുള്ള 18.6 bhp ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ലോ വെന്റിലാണെച്ചാലും അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലാണെച്ചാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു ബൈക്കിന്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മുടെ യമഹയുടെ R15 വെർഷൻ 3 പോലെ തന്നെ കേട്ടോ. ഒരു സ്പോക്കറ്റിന്റെ വ്യത്യാസം കൊണ്ട് കുറച്ച് ഇനീഷ്യൽ പവർ നമുക്ക് ഈ ഒരു ബൈക്കിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് R15 വെർഷൻ 3 ഒരു പൊടിക്ക് കുറവാണ് ഈ ഒരു ബൈക്കിന്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത്. അതൊക്കെ ആ ഒരു സ്പോക്കറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ടോർക്കിന്റെ ഭാഗത്തും വ്യത്യാസങ്ങളുണ്ട്. 13 സംതിങ് ആയിട്ട് ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. എന്നാച്ചാലും ഒരു 7500 RPM മേലെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ബൈക്കിന്റെ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുക. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് VVA ടെക്നോളജിയാണ്. അതായത് നമ്മുടെ യമഹ R15 വെർഷൻ 3 വന്നിട്ടുള്ള ആ ഒരു സെയിം VVA ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ബൈക്കിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ടും 155cc ഒരു ബൈക്ക് ആയതുകൊണ്ടും ഹീറ്റിനെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിന്റെ ഭാഗത്ത് വേണ്ട. വലിയ തരത്തിൽ ഹീറ്റിംഗ് ഇല്ലാത്ത ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ MT15 എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ബൈക്കാണ്. എനിക്ക് ആകെ കൂടെ ഒരു 5ാമത്തെ 6ാമത്തെ ഗിയറിന്റെ ഭാഗത്ത് മാത്രമാണ് ചെറിയ തരത്തിലുള്ള ലാഗ് ഈ ഒരു ബൈക്കിൽ തോന്നിയേക്കണത്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ചും കൂടെ വന്നിട്ടുണ്ട്. R15 വെർഷൻ 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ സ്ലിപ്പർ ക്ലച്ചോട് കൂടിയുള്ള ഒരു മോഡലും കൂടിയാണ് നമ്മുടെ MT15 എന്ന് പറയുന്നത്. നല്ലൊരു സ്പീഡിൽ വന്നിട്ട് സഡനായിട്ട് ഗിയർ ഡൗൺ ചെയ്തെങ്കിൽ കൂടെ നമുക്ക് ബാക്ക് വീല് ലോക്ക് ആവണ അവസ്ഥയും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിൽ ഉണ്ടായിരിക്കില്ല. വലിയ ടൈറ്റ് അല്ല എന്ന് വെച്ചാൽ വലിയ സ്മൂത്ത് അല്ല. ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. എന്നുവെച്ചാലും ഫോൾസ് ന്യൂട്രൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഗിയർ ബോക്സിൽ
ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. പിന്നെ പക്ക സ്മൂത്താണ് കേട്ടോ ക്ലച്ചിൻ്റെ ഫീൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ട്രാഫിക്കിൽ പോണ സമയത്ത് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 2 LED DRLസും ഒരു BLED ഹെഡ് ലാമ്പുമാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുകളിൽ നമ്മൾ സീറ്റിലിരുന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും ഫ്രണ്ടിൽ ഒന്നും ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതേപോലെ തന്നെ അത്ര സ്ലിം ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. സ്ലിം മാത്രമല്ല, ഭയങ്കര ചെറുതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് ഇത്ര മാത്രമായിരിക്കും ഹെഡ്ലൈറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു BLED ഹെഡ് ലാമ്പാണ്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഈ ഒരു ലൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. R15 വെർഷൻ 3 മാറ്റി നിർത്തണം ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ. R15 2 ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തീരെ പ്രകാശം കാര്യങ്ങളൊക്കെ കുറവാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുക. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് എനിക്ക് വേറെ നെഗറ്റീവായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ബൈക്കിൽ തോന്നിയിട്ടില്ല. പിന്നെ മേളിലത്തെ LED DRLസും കാണാനും നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഒരു കണ്ണൊക്കെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴും വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പഴയതുപോലെ തന്നെ ചെറിയൊരു LED ടൈൽ ലാമ്പ് തന്നെയാണ് ഈ ഒരു മോഡലിലും വന്നിട്ടുള്ളത്. BS4 എഡീഷനിൽ നടന്ന ആ ഒരു ഷെയ്ക്കിങ് ഈ ഒരു മോഡലിലും അവർ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഇളക്കം ഈ ഒരു മോഡലിലും കാണാനുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ടൈലാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ടൈലിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഹലോജൻ ബൾബോട് കൂടിയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കാണാം. ടൈലിൻ്റെ ആ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അഡാർ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇത് ബോറാന്നല്ല പറയണത്, എന്നുവെച്ചാൽ ഇതിൻ്റെ വലിപ്പം കുറച്ച് ഓവറായി പോയെന്ന് എനിക്ക് തോന്നി, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ R15 വെർഷൻ 3 ഉണ്ടായിരുന്ന ആ ഒരു സെയിം ടയർ ഹഗറും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലും കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് സീറ്റിൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു സിംഗിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. അത്ര ഹാർഡ് അല്ല, എന്ന് വെച്ചാൽ അത്ര സോഫ്റ്റ് അല്ല. എന്നുവെച്ചാൽ നമുക്ക് ഫ്രണ്ട് സീറ്റിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്കിൽ കാല് ടൈറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു. സീറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റിനെ കുറിച്ച് പറയാൻ എനിക്ക് ബാക്ക് സീറ്റിനെ കുറിച്ചിട്ട് വലിയ തരത്തിലുള്ള നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ വളരെ സ്പേസ് കുറഞ്ഞിട്ടുള്ള ഒരു സീറ്റാണ്. പിന്നെ നമ്മൾ ത്രോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത്. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പിടിച്ചിരിക്കാൻ വലിയ തരത്തിലുള്ള കംഫർട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തൊന്നുമില്ല. ബാക്കിൽ ആളിരുത്താൻ പറ്റില്ല എന്നല്ല, ബാക്കിൽ ആളിരുത്തണമെങ്കിൽ ഇരുത്താം. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഒരു ലോങ് റൈഡ് ഒക്കെ പോകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള കംഫർട്ട് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. പിന്നെ R15 വെർഷൻ 3 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോഡലിൽ അലുമിനിയം സിംഗാമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സ് R15 വെർഷൻ 3 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൽ കുറവാണെച്ചാലും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ, വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 810 തന്നെയാണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. ഒരു 5.5 അടുത്ത ഹൈറ്റ് ഉള്ളവർക്കും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് വെറും 138 കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അത്യാവശ്യം ഉയരം കുറഞ്ഞവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാത്രം സീറ്റ് ഹൈറ്റ്. അല്ലാണ്ട് ഓടിക്കാൻ പറ്റാത്ത അത്ര മാത്രം ഹൈറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിൽ വന്നിട്ടില്ല. പിന്നെ മീറ്ററിൻ്റെ ഒരു ഭാഗം കൂടി എടുക്കാൻ നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു നെഗറ്റീവ് LCD മീറ്ററാണ് വന്നിട്ടുള്ളത്. വളരെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഗിയർ ഇൻഡിക്കേഷൻ, പിന്നെ ടാക്കോമീറ്റർ, ട്രിപ്പ് 1 ട്രിപ്പ് 2, സ്പീഡ്, ഫ്യൂൽ ഗേജ്. പിന്നെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ടൈം, അതേപോലെ തന്നെ ആവറേജ് മൈലേജ്, അത്തരത്തിലുള്ള കാര്യങ്ങളും കാണാം. വളരെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. bS6 എഡീഷനിലത്തെ മറ്റുള്ള ബൈക്കുകളുടെ മീറ്ററുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ bS6 ആക്കി സൈഡ് സ്റ്റാൻഡിന് സെൻസറും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ ആ ഒരു ഇൻഡിക്കേഷൻ പോലും നമുക്ക് മീറ്ററിൽ അവർ കൊടുത്തിട്ടില്ല. പിന്നെ സ്വിച്ചുകളുടെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ ഓൺ ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട്, അതിന് താഴെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ബ്രൈറ്റ്, പിന്നെ ഡിമ്മ്, ഇതിൽ തന്നെയാണ് പാസിൻ്റെ ഇത് വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയായിട്ടാണ് ഹോൺ വന്നിട്ടുള്ളത്. ഹോൺ അടിക്കണില്ല ഗൈസ്. പിന്നെ അതിന് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പോലെ തന്നെ ഈ ഒരു ഭാഗം കൺഫ്യൂഷൻ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അത് ഓടിച്ചോടിച്ച് സെറ്റായിട്ടാണ്. പിന്നെ മിററിൻ്റെ ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയ 2 മിറേഴ്സാണ്. കാര്യമായിട്ടുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും എനിക്ക് മിററിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ആ ഒരു ഭാഗത്തൊന്നും എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് ടാങ്ക് സൈഡും കൂടെ നോക്കാം. ടാങ്കിൻ്റെ ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് വെറും 10 ലിറ്റർ മാത്രമാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 10 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കാണണ്ട. ഈ ഒരു ബൈക്കിന് ഏകദേശം 55 കിലോമീറ്ററിന് മേലെയാണ് മൈലേജ് എന്ന് പറയുന്നത്. അത് ഞാൻ തള്ളണതൊന്നുമല്ല. ഈ ഒരു വണ്ടിക്ക് കമ്പനി 35-40 റേഞ്ചിലാണ് മൈലേജ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ BS4 എഡീഷനിൽ എനിക്ക് പേഴ്സണലായിട്ട് ഏകദേശം 55-57 കിലോമീറ്ററോളം മൈലേജ് കിട്ടിയിരുന്നു. bS6 ആക്കിയ സ്ഥിതിക്ക് എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെയും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു 50 വെച്ച് മൈലേജ് എടുക്കാൻ വെച്ചാലും 10 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്റർ ഒക്കെ വളരെ സുഖമായിട്ട് ഫുൾ ടാങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ടാങ്ക് കപ്പാസിറ്റി കുറഞ്ഞു പോയത് എനിക്ക് അത്ര വലിയൊരു പോരായ്മയായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു
ഭാഗം കൂടി എടുക്കാം. bS6 എഡീഷനിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പഴയതുപോലെ തന്നെ ഫ്രണ്ടിൽ 282 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 220 mm ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ വീലിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് 17 ഇഞ്ച് തന്നെയാണ് വീൽ സൈസ് എന്ന് പറയുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. ബാക്കിൽ 140/70 നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള റേഡിയൽ ടയറാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 100/80/17 കേട്ടോ. ടയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ വീലിൻ്റെ ഭാഗത്തോ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോ എനിക്ക് വേറെ യാതൊരു തരത്തിലുള്ള പോരായ്മകളും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ bS6 എഡീഷനിൽ ആ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ വലിപ്പം നല്ലപോലെ കൂടിയിട്ടുണ്ട്. 3 സെക്ഷൻ പോലെയാണ് എനിക്ക് തോന്നിക്കുന്നത് സൈലൻസർമ നോക്കണ സമയത്ത്. എന്തായാലും വണ്ടിയുടെ സൗണ്ടും കൂടെ കേട്ടിട്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. സൗണ്ടിൻ്റെ ഭാഗത്തും എനിക്ക് വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മുടെ R15 വെർഷൻ 3 ഒക്കെ ഏകദേശം സെയിം സൗണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട പോലെ തന്നെ സൗണ്ടിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഒരുപാട് പേര് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു bS6 ആക്കിയിട്ട് പവർ കുറച്ചതല്ലാണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു സെൻസർ കൊണ്ടുവന്നല്ലാണ്ട് വേറെ പറയാത്തക്ക മാറ്റങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു അപ്ഡേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഇനി വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ പ്രൈസിലാണ്. ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 3000 രൂപയോളം വർദ്ധിച്ചിട്ട് 1,70,000 ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് പറയുന്നത് ഒരു ഓവർ പ്രൈസ്ഡ് അല്ലെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട. പക്ക ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ MT15 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ NS200 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 10,000 രൂപയോളം ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ 204V വാങ്ങിച്ചാലും യമഹയുടെ FZ25 വാങ്ങിച്ചാലും ഈ ഒരു ബൈക്കിന്റെ വിലയിനേക്കാളും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. പക്ക ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ 155cc സെഗ്മെന്റിലത്തെ വണ്ടികളുടെ പോലെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു ബൈക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ആർക്കും വേണമെങ്കിൽ കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് മെല്ലെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ മെല്ലെ കൊണ്ടു നടക്കാം. പിന്നെ ഇപ്പോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലൊക്കെ കൊണ്ടു നടക്കാം. ഏകദേശം 50 മേലെ മൈലേജ് ഉള്ളതുകൊണ്ടും പിന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടും ഡെയിലി യൂസിന് സോളോ ആയിട്ട് കൊണ്ടു നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബൈക്ക് തന്നെയാണ് നമ്മുടെ MT15 എന്ന് പറയുന്നത്. ഇനി സർവീസിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് യമഹ R15 വെർഷൻ 3 ഏകദേശം ആ ഒരു സെയിം സർവീസ് പീരീഡും സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിന് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1000 മുതൽ 2000 രൂപയാണ് ഇതിൻ്റെ പെയ്ഡ് സർവീസിന് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ചെയിൻ പോക്കറ്റ്, ബ്രേക്ക് പാഡ് അത്തരത്തിലുള്ള ആക്സറീസിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൂടുതലാണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നി. ഏകദേശം 2800 രൂപ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ചെയിൻ പോക്കറ്റിന്. പിന്നെ ബ്രേക്ക് പാഡിനും അത്യാവശ്യം R15 വെർഷൻ 2 പോലെ തന്നെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു ബൈക്കിനെ ഈ ഒരു വീഡിയോയിൽ ഡീഗ്രേഡ് ചെയ്തിട്ടില്ല. ഈ ഒരു കൊടുക്കണ കാശിന് മാത്രമുള്ള ഫീച്ചേഴ്സ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല എന്ന് തോന്നി. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് മുതലെടുക്കണമാണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെറിയ തരത്തിൽ വണ്ടിയുടെ പോരായ്മകളൊക്കെ എടുത്ത് കാണിച്ചത്. ഞാൻ കുറേ നാളായി ഒരു BS4 എഡീഷൻ വെച്ചിട്ടൊരു ലോങ് റൈഡ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും bS6 എഡീഷൻ വരാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിലവിൽ എനിക്ക് ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് ഇത്ര ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് സെയിൽസ് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഷോറൂമിൽ വർക്ക് ചെയ്യണം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ കാണാം.